അങ്ങനെ നമ്മുടെ നരേന്ദ്രമോദി ഇന്നലെ പുലർച്ചെ രാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി കഴിഞ്ഞിട്ടൊരു വീഡിയോ മറ്റേ ഇൻസ്റ്റാഗ്രാമിലിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ മറ്റേ നമ്മുടെ വീട്ടിലത്തെ കാർന്നോമാരൊക്കെ വീഡിയോ കോളിൽ ഇങ്ങനെയല്ലേ സംസാരിക്കുക, അതായത് അടിയെന്നായിരിക്കും ഫോൺ വെച്ചിട്ട് ഇങ്ങനെ മുഖത്തിന്റെ ഈ ഒരു ആംഗിൾ വരാം. അപ്പൊ അതുപോലത്തെ ഒരു വീഡിയോ, അതായത് ഒരു ഗ്രാൻഡ് ഫാദർ, ഒരു അപ്പാപ്പന് ഒരു വീഡിയോ എടുത്ത പോലെ സംഭവം എനിക്ക് ഇഷ്ടമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു യുവാക്കളെ അതിൽ ആത്മാർത്ഥത ഫീൽ ചെയ്തു. എനിക്ക് അത് അഭിനയാണെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആത്മാർത്ഥത ഉണ്ടായിരുന്നു. ഹിന്ദിയിലാണ് വീഡിയോ പറയണത്, അത് പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിലിട്ടുണ്ടായിരുന്നു. അപ്പൊ ജൻസിയുടെ കാര്യങ്ങൾ കേൾക്കും, അല്ലെങ്കിൽ കർശനമായ നടപടി, നീറ്റ് പരീക്ഷ ക്രമക്കേടിന് കർശനമായ നടപടി എടുക്കുന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ. ഒപ്പം തന്നെ ഒരു ട്വീറ്റ്, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇതിട്ടാണ് മറ്റേ സോനം വാങ്ചകിന് സപ്പോർട്ടായിട്ട്, അതായത് ആളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ആൾ പറയണത് കേൾക്കുമെന്ന് പറഞ്ഞിട്ട് ആളെ ടാഗ് ചെയ്തിട്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പൊ അത് നല്ല വൈറലായി. അത് ഇട്ടണ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പുലർച്ചെ, അതായത് എല്ലാവരും കിടന്നോണ്ട് നേരത്തിന് ഇട്ടേക്കണേ. അപ്പൊ അത് ഇട്ടേക്കണതിൽ തന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് പേടിച്ചിട്ടുണ്ട്. പേടിക്കല്ല, കാര്യങ്ങൾ കൈവിട്ട് പോകുന്നോ എന്ന്, അല്ലെങ്കിൽ ആള് വിചാരിച്ച പോലെ പോവാതിരിക്കുന്നു എന്നുള്ള ഒരു പേടി. ഓഫ് കോഴ്സ് അത് ഇപ്പൊ അന്തസംഖ്യകളെ സമ്മതിക്കില്ലേ, പക്ഷെ അതാണ് സംഭവം. കാരണം CJPയുടെ സപ്പോർട്ടിന് ഇപ്പൊ പാകിസ്ഥാന്റെ പിന്തുണ എന്നൊക്കെ പറയുന്ന ക്യാപ്സ്യൂൾ പോലെയല്ല, ശരിക്കും അമേരിക്കയിലത്തെ ഇടതുപക്ഷത്തിന് പിന്തുണയുണ്ട്. പക്ഷെ അത് ഇവർ വിചാരിക്കുന്ന പിന്തുണയല്ല, മാധ്യമങ്ങൾ വഴിയുള്ള പിന്തുണ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഹിന്ദി മീഡിയാസ് ഒക്കെ മോദിയുടെ കൺട്രോളാണ്, അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ കേരളത്തിലെ മീഡിയാസ് ഓഫ് കോഴ്സ് മോദി കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. കേരളം വിചാരിച്ച വലിയൊരു ഇമ്പാക്ട് ഓഫ് കോഴ്സ് ഈ പറഞ്ഞ CJPക്ക് നല്ല സപ്പോർട്ട് കേരളത്തിലെ MP-മാരും കൊടുത്തിട്ടുണ്ട്, ഇല്ലാന്നല്ല. ഇപ്പൊ അവര് പിള്ളേര് അവിടെ ക്യാമ്പൊക്കെ ചെയ്തിരുന്നു മറ്റേ കേരള ഹൗസിലെ ഡൽഹിയിലത്തെ. അപ്പോൾ കേരള മാധ്യമങ്ങളെക്കാൾ ഉപരി ഇന്റർനാഷണൽ മാധ്യമങ്ങൾ കവർ ചെയ്തു. അതായത് ഇപ്പൊ ABC, CNN പോലത്തെ ഇന്റർനാഷണൽ മാധ്യമങ്ങളുടെ കാര്യമാണെങ്കിൽ അതൊക്കെ ഇപ്പൊ അമേരിക്കയിലത്തെ മാധ്യമങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് കയ്യിലെ ഭൂരിഭാഗം മാധ്യമങ്ങളും, അതായത് ഈ ട്രംപിന്റെ കയ്യിലല്ല. അപ്പൊ അതുകൊണ്ട് അത് സൈലൻസ് ചെയ്യാനായിട്ട് മോദിക്ക് പറ്റില്ല. അപ്പൊ അവരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരെ സെൻസർ ചെയ്യാൻ മോദിക്ക് ഒരു നിവൃത്തിയില്ല, പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പൊ അതാണ് ഈ അമേരിക്കൻ സപ്പോർട്ട്, അതായത് അമേരിക്കയിലത്തെ ഈ ജോർജ് സോറോസ് എന്നൊക്കെ പറയുന്നത് ഈ മീഡിയൻ സപ്പോർട്ട്, അല്ലാണ്ട് വേറെ ഒരു ഉദ്ദേശിക്കണ ഫണ്ടിങ് ഒന്നും അവിടെ നിന്ന് വരുന്നില്ല. കാരണം ഇവിടെ തന്നെ ഇഷ്ടം പോലെ ലെഫ്റ്റീസ് ഫണ്ട് ചെയ്യുന്നുണ്ട്, ഈ സിനിമാടന്മാരും കോർപ്പറേറ്റ്സ് ഒക്കെ ഈ CJP ഫണ്ട് ചെയ്യുന്നുണ്ട്, പറഞ്ഞു മനസ്സിലായി. മറ്റേ സ്വിഗ്ഗിയിൽ ഓർഡറും പിന്നെ അവർക്ക് വേണ്ട മെഡിക്കൽ സഹായമൊക്കെ, അല്ലാണ്ട് അത് അമേരിക്കയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അതിന് മാത്രം ചിലവൊന്നുമില്ല അവിടെ, പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പൊ അത് മീഡിയ സപ്പോർട്ട്. അപ്പൊ അത് മോദിനെ പേടിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു മനസ്സിലായി. ഒപ്പം തന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഈ BJPയുടെ ഉള്ളിൽ തന്നെ പ്രശ്നമായി തുടങ്ങി. അതായത് ഇപ്പൊ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷന് CPM-നെ തോൽപ്പിക്കാനായിട്ട് കോൺഗ്രസും BJPയും പണിയെടുത്ത പോലെ തന്നെ CPM-ന്റെ ഉള്ളിൽ തന്നെ തർക്കമുണ്ടായിരുന്നു. അപ്പൊ അതൊരു വലിയ, അതായത് വലിയ വലിയ പ്രസ്ഥാനങ്ങളെ തകർക്കാനായിട്ട്, അല്ലെങ്കിൽ വലിയ വലിയ ശക്തികളെ തകർക്കാനായിട്ട് പുറത്തുനിന്ന് ചിലപ്പോൾ പറ്റുന്ന വരും, പക്ഷെ ഉള്ളിന്ന് അത്, അതായത് ഫ്രം ഇൻസൈഡ് പൊളിക്കണം. അതാണ് ഈ മോദി പേടിച്ച്. കാരണം ഉള്ളിന്ന് എതിർ ശബ്ദങ്ങൾ വന്നു തുടങ്ങി, പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും വന്നപ്പോ മോദി വിചാരിച്ചു ഇനി വൈകിച്ചു കൂടാ, പരമാവധി വേഗം എന്തെങ്കിലും ഡിസിഷൻ എടുത്തിട്ട് ഇതിനെ അവസാനിപ്പിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇനി ആളി കത്തുള്ളൂ മനസ്സിലായി. ആദ്യം അമിത്ഷായും മോദി വിചാരിച്ച് പിള്ളേരെ അടിച്ചോടിപ്പിച്ച പേടിച്ചങ്ങോട്ട് പോകുന്നു. പക്ഷെ എന്തുണ്ടായി, അടിച്ചോടിപ്പിച്ചപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാം കാണുന്ന ആൾക്കാര്. അപ്പൊ എല്ലാ പിള്ളേരുകളും കൂടുതൽ വന്നു. അതൊരു സ്ട്രോങ് കൂട്ടായ്മ, അതായത് പവർ ഓഫ് യൂണിറ്റി ശരിക്കും കാണാൻ പറ്റും, പറഞ്ഞു മനസ്സിലായി. ഒപ്പം തന്നെ ഈ പിള്ളേരുകള് ഈ ഹിന്ദി നടന്മാരും എല്ലാവരും ആക്ഷേപിച്ചും കോൾ ഔട്ട് ചെയ്തും അവരൊക്കെ മെൻഷൻ ചെയ്ത് വീഡിയോസ് ഇട്ടിട്ട് അവരൊക്കെ സപ്പോർട്ടിന് വന്നു. ഇപ്പൊ അലിയ ഭട്ട്, അല്ലെങ്കിൽ അനന്യ പാണ്ഡ്യ, അങ്ങനെ ഒരുപാട് പേര് ഈ പിള്ളേർക്ക് സപ്പോർട്ടിന് വന്നു. അപ്പൊ എല്ലാം കൊണ്ട് മോദീനെ റൗണ്ട് ആയവര് BJP എന്ന് പറയാ. അത് മാത്രമല്ല, BJPയിലത്തെ യുവജനങ്ങളും ഈ സപ്പോർട്ടിന് വരുന്നില്ല മോദിക്ക്, അത് ശ്രദ്ധിച്ചു. അതായത് ഈ BJPക്ക് സപ്പോർട്ട് വരുന്നത് ഈ യുവമാർച്ച് എന്നല്ല അധികം, അവരുടെ ഈ ഒരു 30-ന് മേലെയുള്ള സൈബർ ടീംസിന് സപ്പോർട്ടിനുള്ളൂ. പക്ഷെ യുവജനങ്ങള് ഈ കാര്യത്തിൽ BJPയിലത്തെ യുവജനങ്ങളും നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, ഇന്ത്യയിലത്തെ എല്ലാ BJP യുവജനങ്ങളും CJPക്ക് സപ്പോർട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാം കൊണ്ട് ശരിക്കും ലോക്കായി മോദി. അപ്പൊ ഞാനടക്കം ഇത്ര വിചാരിച്ചിട്ടില്ല ഇത്രയ്ക്കും വലിയൊരു പണി വരുന്നത്. അപ്പൊ അതൊക്കെ പോട്ടെ, അതൊക്കെയാണ് മോദിയുടെ കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ആദ്യം CJPക്ക് പിന്തുണ അറിയിച്ച വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെലിബ്രിറ്റി ലെവലില് നമ്മുടെ ഓഫ് കോഴ്സ് ഇടതായിട്ടുള്ള നമ്മുടെ പാർവതി അല്ലെങ്കിൽ ഇപ്പൊ ആഷിഖ് അബു, ആ ടീംസ് ഒക്കെ എന്തായാലും തരുന്നവർക്ക് അറിയാം സപ്പോർട്ട്. അല്ലാണ്ട് ആദ്യം പിന്തുണ അറിയിച്ചത് നമ്മുടെ മോഹൻലാലിന്റെ മോള് മായ മോഹൻലാൽ എന്നാണ് പുള്ളിക്കാരത്തിന്റെ പേര്, മാളവിയ മായ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോ പുള്ളിക്കാരത്തി സപ്പോർട്ട് അറിയിച്ചത് ശരിക്കും പറഞ്ഞാൽ സംഘികളുടെ എന്താ പറയാ തലക്കിട്ട് കൊട്ടി പോലെ. കാരണം അവരൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ അഹാനയുടെ ഒക്കെ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി കൃഷ്ണകുമാർ BJP ആണെങ്കിലും അഹാനിക്ക് ഒരു ഇടതനുകൂല ചിന്താഗതിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അവളാരും പുള്ളിക്കാരത്തിനെ ആരും അറ്റാക്ക് ചെയ്യാൻ നിൽക്കാറില്ല. അങ്ങനെ ഈ പ്രാവശ്യം ഉണ്ട്. അഹാനയുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞവള് എന്നിട്ട് ഫാദറിന്റെ കൃഷ്ണകുമാറിന്റെ നിലപാടല്ല പിള്ളേരൊപ്പാണെന്ന്. കൃഷ്ണകുമാർ എൻറ്റയർലി പൊളിറ്റിക്കൽ, അതായത് BJPനെ സപ്പോർട്ട് ചെയ്തിട്ട് CJPനെ അറ്റാക്ക് ചെയ്തിട്ടുള്ള നിലപാടായിരുന്നു. ബഹാനയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഈ മായ മോഹൻലാലിനാണ് ശരിക്കും ഇവർ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയത്. കാരണം ഇവർക്ക് ഇങ്ങനെ ഓരോ, അതായത് സ്വന്തം പാളയത്തിലുള്ള ആൾക്കാർ, അതായത് മോഹൻലാല് BJP മെമ്പർ ഒന്നല്ല, പക്ഷെ എല്ലാവർക്കും അറിയാം ആളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്.
അപ്പോ മോഹൻലാലിന്റെ മോള്, അതായത് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ആക്ടർ, അതായത് ടോപ്പ് ടയർ ആക്ടർ ആയിട്ടുള്ള മോഹൻലാലിന്റെ, അതായത് BJP അനുകൂല വ്യക്തിയായിട്ടുള്ള മോഹൻലാലിന്റെ മകൾ ഈ BJPക്ക് അഗെയിൻസ്റ്റ് പോലത്തെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ കൊള്ളാൻ പോകുന്നത് BJPക്കാർക്ക് തന്നെയാണ്. അപ്പൊ അവരെല്ലാരും കൂട്ടത്തോടെ വന്നു. അതായത് അന്ന് എമ്പുരാൻ ഇറങ്ങിയപ്പോ പൃഥ്വിരാജിനെ അറ്റാക്ക് ചെയ്തില്ലേ, അതുപോലെ അതായത് മറുനാടൻ മലയാളി തൊട്ട് ശ്രീജിത്ത് പണിക്കർ തൊട്ട് പിന്നെ ഒരു താടി വെച്ചിട്ട് ആവക്കുണ്ടല്ലോ ഇവന്മാരൊക്കെ മായ മോഹൻലാലിനെ പൊളിറ്റിക്സ് പഠിപ്പിക്കാൻ. ഇപ്പൊ നമ്മുടെ മേജർ രവി, പട്ടാളക്കാരുടെ വില പോകുന്നത് ശരിക്കും മേജർ രവി ഒക്കെ കാരണം പട്ടാളക്കാരുടെ വില തന്നെ പോയി. പുള്ളിക്കാരൻ പറയുന്നത് മറ്റേ മായ മോഹൻലാലിന് അറിവില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഒന്നും അറിയില്ല എന്നൊക്കെ. ഇതാരെ പറയണേ, ഈ രാഷ്ട്രീയം അറിയാൻ വലിയ ബുദ്ധിയും പോകുന്നതാണ്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കാലത്ത് ഇപ്പൊ അന്ധമായിട്ട് ഇപ്പൊ റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ് മാത്രം അങ്ങനത്തെ ഓരോ അജണ്ടകൾ മാത്രം ഫോളോ ചെയ്യുന്ന ആൾക്ക് രാഷ്ട്രീയം അറിയില്ല. പക്ഷെ അല്ലാത്തൊരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു യുവജനങ്ങൾക്ക് ഈ രാഷ്ട്രീയത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന രാഷ്ട്രീയം തന്നെയുള്ളൂ. ഈ രാഷ്ട്രീയം മനസ്സിലാക്കാൻ വലിയ തലയൊന്നും വേണ്ട. കുറച്ച് എന്താ പറയാ, ഒരു അന്ധമായിട്ട് ഒരു പാർട്ടീനെയോ ഒരു മാധ്യമോ കണ്ട് അന്ധതയിൽ വീഴാൻ പാടില്ല. ഇപ്പൊ ചില ആൾക്കാരാണ് അന്ധമായിട്ട് മറുനാടൻ മലയാളി മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ CPMന്റെ ആൾക്കാർ ചിലർ കൈരളി മാത്രം, അല്ലെങ്കിൽ റിപ്പോർട്ടർ മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ, അല്ലെങ്കിൽ ഇപ്പൊ ചില മുസ്ലിംസ് മീഡിയ കൊണ്ട് മാത്രമേ കാണുള്ളൂ. എല്ലാ വിഭാഗത്തിനും എടുത്തു പറഞ്ഞതാ. അപ്പൊ അങ്ങനെ അന്ധമായിട്ടൊരു വിഭാഗത്തെ മാത്രം ഫോക്കസ് ചെയ്യണവർ മാത്രമാണ് ഈ രാഷ്ട്രീയമായിട്ട് അറിവില്ലാത്തവരും ഉണ്ടാവുള്ളൂ, പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പൊ മേജർ റിവ്യൂ വരെ പുള്ളിക്കാരത്തിനെ പിന്നെ ആൾക്കാർ പറയണത്, BJPക്കാർ പറയണത് മോഹൻലാലിനെ ചീത്ത പറഞ്ഞിട്ട്, അതായത് മോളെ നിലയ്ക്ക് എടുത്തണം, മോളെ രാഷ്ട്രീയം പറഞ്ഞ് മനസ്സിലാക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ മോഹൻലാലിന് ഭീഷണി. പിന്നെ ഇത് നമ്മുടെ ടൊവിനോ തോമസ് സപ്പോർട്ട് അറിയിച്ചു വന്നിട്ടുണ്ടായിരുന്ന ആക്ടേഴ്സിൽ ആദ്യ ആക്ടേഴ്സിൽ വന്നു തുടങ്ങിയത് അതിൽ വേറൊരു കാര്യമുണ്ട്, ആൾക്കാർ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെ ഹിന്ദി ആക്ടേഴ്സിനെ പിള്ളേര് കോൾ ഔട്ട് ചെയ്ത പോലെ തന്നെ കേരളത്തിലത്തെ നടന്മാരും നടിമാരും ഈ നമ്മുടെ സോഷ്യൽ മീഡിയ കോൾ ഔട്ട് തുടങ്ങി. അതായത് മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങി എല്ലാ ആക്ടേഴ്സിനും, അതായത് നിങ്ങൾക്ക് ഞാൻ കാര്യത്തിൽ വിലയില്ല എന്ന് പറഞ്ഞ് ഒപ്പം തന്നെ വാർത്തയിലുണ്ടായിരുന്നു. നമ്മുടെ മീഡിയ വണ്ണിന് പറഞ്ഞൊരു കാര്യം ഗവൺമെന്റ്, ദുൽഖർ സൽമാന്റെ പോസ്റ്റിനടിയിൽ പിള്ളേർ വന്നിട്ട് സപ്പോർട്ട് CJP അല്ലെങ്കിൽ പിള്ളേർ കാര്യത്തിൽ അത് മിണ്ടാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കമന്റ് ഇടണം, ഓരോ ദുൽഖർ സൽമാൻ ബ്ലോക്ക് ചെയ്തെന്ന് വരെ മീഡിയ വണ്ണിൽ പറയുണ്ടായി. ഒപ്പം തന്നെ പേളിമാണി ഒരു പെൺകുട്ടീനെ ബ്ലോക്ക് ചെയ്തു, ഇതുപോലെ പേളിമാണിയുടെ വ്ളോഗിനെ അടിയിൽ വന്ന് കമന്റ് ചെയ്ത കുട്ടീനെ ബ്ലോക്ക് ചെയ്ത് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഈ പിള്ളേരുകൾ ഇങ്ങനെ ചോദിക്കുമ്പോ ആൾക്കാർക്ക് ഇവരെതിരെ തിരിയുന്ന പേടിയേ. അപ്പൊ പേർലിമാനും ദുൽഖർ സൽമാനും ആൾക്കാരെ ബ്ലോക്ക് ചെയ്തു, അതിങ്ങനെ കേട്ടതാ, ന്യൂസിൽ കേട്ടോ. ദുൽഖർ സൽമാൻ കാര്യം ഞാൻ ന്യൂസിൽ കേട്ടു, മീഡിയ വണ്ണിൽ കേട്ടതാ. അപ്പോ ഈ പറഞ്ഞ പോലെ അങ്ങനെ അവര് പേടിപ്പിച്ചു. അതായത് ഹിന്ദിക്കാരെ എങ്ങനെയാണോ സോഷ്യൽ മീഡിയ പേടിപ്പിച്ചു, അതുപോലെ നമ്മുടെ ആൾക്കാരെ പേടിപ്പിച്ചപ്പോ ഓരോരുത്തർ ഇങ്ങനെ വന്നു തുടങ്ങി. ഇപ്പൊ ദുൽഖർ സപ്പോർട്ടിന് വന്നു, അല്ലെങ്കിൽ ഇപ്പൊ മമ്മൂട്ടി എന്ത് കിട്ടുന്നുണ്ട്, അങ്ങനെ എല്ലാവരും വന്നു തുടങ്ങി. ഇപ്പൊ ടോവിനോ അതിന് മുമ്പ് തന്നെ, ടോവിനോ ഒരു ഇടതനുകൂല വ്യക്തിയാണ്, ആളിങ്ങനെ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ പറയാറുള്ള കാര്യം. അപ്പൊ ടോവിനോ അഭിപ്രായം പറഞ്ഞു. ടോവിനോന് വീണ്ടും മുമ്പിൽ നമ്മുടെ യുവമോർച്ച ആൾക്കാര് ഒരു 5-6 പേര് മാസ്ക് വെച്ച് വന്നൊരു പ്രതിഷേധം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിവൈഎഫ്ഐ സപ്പോർട്ടിന് വെറുതെ എല്ലാവരും ഷോ, ഡിവൈഎഫ്ഐ ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും യുവമോർച്ച എല്ലാവരും പട്ടി ഷോ തന്നെയാണ്, നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ആളാരാന്നറിയില്ല, നമുക്ക് പൃഥ്വിരാജ് എമ്പുരാൻ കഴിഞ്ഞപ്പോ എന്റെ പുള്ളിക്കാരൻ പേടിച്ചു വിറച്ചിരിക്കുക. ഇത്ര നേരമായിട്ട് ഞാൻ പൃഥ്വിരാജിന്റെ ഒരു സംഭവം കണ്ടിട്ടില്ല. അതായത് രാജപ്പെന്ന് വിളിച്ചിട്ട് മറ്റേ സംഘികൾ കളിയാക്കൊന്ന് പേടിച്ചിട്ടായിരിക്കും. അതായത് പൃഥ്വിരാജ് ശരിക്ക് ഇത്രയ്ക്കും ഒരു പേടിത്തൊണ്ടനെ കണ്ടിട്ടില്ല. അതായത് വേറെ കാര്യമുണ്ട്, അതായത് ആളുടെ ജീവിതമുള്ള സിനിമ. അപ്പൊ സിനിമയ്ക്ക് ഇനിയിപ്പോ ഐനോബടി പൊളിഞ്ഞു, എല്ലാം മറ്റേ BJPക്കാരാണ് പൊളിക്കണമെന്ന് ആൾ വിചാരിച്ചാണ്. ആൾക്ക് കഴിവില്ലാത്തതിന് പറഞ്ഞിട്ടൊന്നും കാര്യമുണ്ട്, ആൾക്ക് കളവനായി, ആൾക്കൊന്നും പണ്ടത്തെ പോലത്തെ ഒരു സ്കില്ലില്ല, പിന്നെ സിനിമ സെലക്ട് ചെയ്യണതിന്റെ പ്രശ്നം, അതൊക്കെ പോട്ടെ. അപ്പോ പൃഥ്വിരാജ് പേടിച്ച് അവിടെ നിലയുറപ്പിച്ചു. അപ്പൊ അങ്ങനെ ഈ പല പ്രതികരണങ്ങളിലും എനിക്ക് ഇത്തിരികൂടിയും നല്ലതായിട്ട് തോന്നിയൊരു പ്രതികരണം എന്ന് വെച്ചാൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ മോന്റെയാണ്, മാധവ് സുരേഷിന്റെ. പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം എന്ന് ചെയ്യണേ, ഇപ്പൊ ഒരാള് BJPനെ സപ്പോർട്ട് ചെയ്ത സംഘീന്ന് വിളിക്കും, അല്ലെങ്കിൽ CJPനെ സപ്പോർട്ട് ചെയ്ത സുഡാപ്പിന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കും. അത് ശരിയായിട്ടുള്ള കാര്യമില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അവനാരും ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യാൻ നിന്നില്ലേ. അപ്പൊ അത് ശരിയാണ്, അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. അതായത് ഇപ്പോ ഈ പറഞ്ഞ പോലെ സംഘപരിവാർ മോഹൻലാലിന്റെ മോളിയും അല്ലെങ്കിൽ ടോവിനോനും അല്ലെങ്കിൽ പറഞ്ഞ പോലെ പാർവതിനും രഞ്ജിനിനും ഒക്കെ അറ്റാക്ക് ചെയ്യണ പോലെ തന്നെ CJPയുടെ പിള്ളേര് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം എടുത്തതിനെ അറിയാൻ പറ്റും. അവർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ സംഘപരിവാറുകാരെ പോലെ ഇത്തിരിയോടും എന്താ പറയുക എക്സ്ട്രീം അറ്റാക്ക് ആയിരിക്കില്ല, പക്ഷെ ഒരു സൈലന്റ് അറ്റാക്ക് ആയിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ന്യൂസിൽ കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ദുൽഖർ സൽമാനും പേർലിമാനും ഞാൻ പറഞ്ഞില്ലേ, അവര് ബ്ലോക്ക് വരെ ചെയ്തു ഓരോരുത്തരെ. കാരണം ഇവരിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യണതും ഒരു തരത്തിലുള്ള അക്രമം തന്നെയാണ്. കാരണം ഒരാളെ ഭീഷണിപ്പെടുത്തിട്ട് കാര്യം ചെയ്യിപ്പിക്കണതും ഇറിറ്റേറ്റ് ചെയ്തിട്ട് കാര്യം ചെയ്യിപ്പിക്കണതും അത് ശരിയായിട്ടുള്ള കാര്യമില്ല. അപ്പൊ ഈ കാര്യത്തില് മാധവ് സുരേഷ് പറഞ്ഞ കാര്യം പോലെ തന്നെ രണ്ട് വിഭാഗക്കാർ ശ്രദ്ധിക്കുക. ഈ രാഷ്ട്രീയ നിലപാടൊക്കെ എല്ലാവരും പറയണത് വാശി പിടിക്കാൻ പറ്റില്ല. അത് രാഷ്ട്രീയത്തില് താല്പര്യമുള്ളവർക്കും രാഷ്ട്രീയം അറിയണവർക്കും അല്ലെങ്കിൽ പറഞ്ഞ ഇത്തിരി ധൈര്യമുള്ളവർക്കും ഇത് പറ്റുള്ളൂ. സിനിമയിൽ അഭിനയിക്കുന്ന ഒരു പബ്ലിക് ഫിഗറാന്ന് വെച്ചിട്ട് എല്ലാവർക്കും അത് അഭിപ്രായം പറയാനുള്ള ഒരു നട്ടലുണ്ടാവണമെന്നില്ലേ പറഞ്ഞ മനസ്സിലായില്ലേ.
അപ്പോൾ അത് രണ്ട് വിഭാഗക്കാരും ഇടതായാലും വലതായാലും ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് ആരും ഇറിറ്റേറ്റ് ചെയ്യാണ്ടിരിക്കുക, ഭീഷണിപ്പെടുത്താണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒരാൾ നിലപാട് പറയുമ്പോൾ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിലപാട് പറയുമ്പോൾ അനാവശ്യമായിട്ട് ആളെ അധിക്ഷേപിക്കാതിരിക്കുക. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. ഇപ്പൊ തെറ്റുകളുണ്ടെങ്കിൽ, അതായത് ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്തോ, കുഴപ്പമില്ല. ഒരു കാര്യം പറയുമ്പോൾ അതിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിച്ചോ, അതൊക്കെ മാന്യമായിട്ട് ചെയ്യണം. ആ മാന്യത കീപ്പ് ചെയ്യാൻ എല്ലാ വിഭാഗക്കാരും ശ്രദ്ധിക്കുക. അങ്ങനെ മാന്യമായിട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലത്തെ മറ്റ് സംസ്ഥാനത്തെ കാര്യമൊന്നും ഞാൻ പറയാനുള്ള കാര്യം നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. കേരളത്തിലത്തെ ഇപ്പോഴത്തെ ഒരു വലിയ കുഴപ്പമില്ലാണ്ട് പോണ കാര്യങ്ങള് ഇപ്പൊ പലയിടങ്ങളിലും മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും പല നേതാക്കന്മാരുടെ ഇടയിലില്ലെങ്കിലും അണികളുടെ ഇടയിൽ കുറച്ച് കയ്യിലൊക്കെ ഉണ്ട്. എസ്പെഷ്യലി ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ആ സോഷ്യൽ മീഡിയയിലൊക്കെ മോദിക്കെതിരെ വളരെ മോശമായിട്ട് കുറെ CJPയുടെ അനുകൂല ഹാൻഡിൽസ് അല്ലെങ്കിൽ ഇടത് അനുകൂല ഹാൻഡിൽസ് ഒക്കെ, കോൺഗ്രസ് അനുകൂല ഹാൻഡിൽസ് ഒക്കെ കുറെ കാര്യങ്ങൾ, കുറെ ഫോട്ടോസ് ഒക്കെ മോദിനെ പടച്ചുവിടുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുള്ളൂ. അപ്പൊ ആൾക്കാർ ശ്രദ്ധിച്ച് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക. കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു ശാന്തത വലിയ കുഴപ്പമില്ലാണ്ട്, അതായത് 100% പെർഫെക്റ്റ് അല്ലെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് കേരളത്തിലെ കാര്യങ്ങൾ പോകുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ. ആ ഒരു ശാന്തത കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ലിമിറ്റ് വയ്ക്കുക, മാന്യത കീപ്പ് ചെയ്യുക.